ഞാൻ ജോൺസൺ എന്ന പെരുവണ്ണാമൂഴിയാണ് കോഴിക്കോട് ജില്ലയിൽ. ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പം പോളിയോ വന്നതാണ്. ഇപ്പോൾ 56 വയസ്സായിട്ടുണ്ട്. ജനിച്ച് ഒരു 60 വെച്ച കാലം മുതൽ ഞാനൊരു അന്വേഷകനും ആരോഗ്യത്തിനൊരു മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒന്ന്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. 2, എൻ്റെ ശാരീരിക ആ ഒരു കുറവ്. അപ്പം നിലവിലുള്ളതിൽ നിന്ന് നമുക്കതൊന്നും ത്യജിക്കാതെ ഭൂമിക്കും ദോഷം വരാതെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു അന്വേഷണം, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, ആ പരിധിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒത്തിരി ഗവേഷണങ്ങൾ നടത്തി ലോകത്തിന് തന്നെ മാറ്റം വരുത്താവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 10-14 വർഷം മുമ്പാണ് ഞാൻ ജോൺസൺ ചേട്ടനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം ഏകദേശം 15ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനാണ്. LED ബൾബുകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് വീടിനോട് ചേർന്ന് തന്നെ. അത്തരത്തിലാണ് ഞാൻ നമ്മുടെ ജോൺസൺ ചേട്ടനെ പരിചയപ്പെടുന്നത്. 1991 മുതൽ എംടെക് ഇലക്ട്രോ ഡിജിറ്റൽ ഇൻഡസ്ട്രി എന്ന സ്ഥാപനം നടത്തുന്ന പെരുവണ്ണാമൂഴി സ്വദേശി ജോൺസൺ 2004 LED ബൾബുകൾ വെളിച്ചത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ കണ്ടെത്തിയത്. ഇത് ആദ്യത്തെ പ്രൊഡക്റ്റാണ്. ഇതൊരു 22 കൊല്ലത്തെ പഴക്കം ഈ സാധനമുണ്ട്. ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണത്. സ്വന്തം ഞാൻ ഡിസൈൻ ചെയ്ത് കോയമ്പത്തൂരും ബോംബെയിലും കൊണ്ടുപോയി ഡൈവേർട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഷെയ്സാണ്. ഫ്രാൻസിൽ നിന്ന് ഞാൻ ഡിസൈൻ ചെയ്ത് ഞാൻ കൊടുത്ത രൂപത്തിൽ അവരെനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ബിസിനസ് സാധ്യതയുള്ള 4ഓളം പുതിയ ടെക്നോളജികളും ജോൺസൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ആഴ്ചത്തോളം പേറ്റന്റ് വർക്ക് നടക്കുന്നുണ്ട്. അത് കൂടാതെ ഇപ്പം നാട്ടിൽ മുഴുവൻ കാട്ടുമഴ ശല്യമാണ്. ഞാനൊരു 25 കൊല്ലം മുന്നേ റിസർച്ച് ചെയ്ത ഉൽപ്പന്നം പ്രത്യേകിച്ച് സുഗന്ധവിജ്ഞാന കേന്ദ്രത്തിൻ്റെ ആവശ്യപ്രകാരം അത് വീണ്ടും ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് കൃഷിക്കാർ ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഏറ്റവും നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ സോളാർ പാനലിൽ നിന്ന് ചാർജ് ചെയ്യും. അത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അത് ഓണാവെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ഒരു 2 പ്രാവശ്യം. അതിനുശേഷം ഒരു 10 സെക്കൻഡ് സൗണ്ടും ലൈറ്റും റൊട്ടേറ്റ് ചെയ്യും, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ഒരു 10 സെക്കൻഡ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 10 സെക്കൻഡോടെ വർക്ക് ചെയ്യും. അതിനകത്ത് നമുക്ക് ശബ്ദം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ആൾക്കാരുടെ ശബ്ദമോ നമുക്ക് ഇഷ്ടമുള്ള ശബ്ദം നമുക്ക് സേവ് ചെയ്യാം. 7000 രൂപയാണ്. അപ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡിയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കർഷകർക്ക് അത്രയും കുറച്ച് കൊടുക്കാൻ പറ്റും. ഇന്ത്യയിലെ ലോകം മൊത്തം ആവശ്യമുള്ളൊരു വസ്തുവാണ് തെരുവുവിളക്ക്, സ്ട്രീറ്റ് ലൈറ്റ്. അതിന് ശക്തമായ ഒരു മാറ്റം കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. അതൊരു ലോകം മൊത്തം ഏകദേശം ഇന്ത്യയിലൊരു 45,000-50,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു ടെക്നോളജിയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ. അപ്പം അതിന് അതിനൂതനമായ ടെക്നോളജിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമായി ഇതിനകം ഏകദേശം 35 ലക്ഷത്തോളം രൂപ ജോൺസന് ചെലവായി. ഇപ്പം ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്കൊക്കെ ഒന്ന് പുറത്തോട്ട് പോവുക, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുക എന്നൊക്കെ ഒരു വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 3 കൊല്ലമായി ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എല്ലാം പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിന് നമുക്ക് എന്ത് വേണം? ഈ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഫണ്ട് വേണം. ജോൺസന്റെ ആശയങ്ങൾക്ക് ജീവൻ നൽകാൻ അച്ഛന്റെ വഴിയെ തന്നെ മക്കളായ ജഷൂമും ജയൂണുമുണ്ട്. ഭാര്യ ഉഷയാണ് ജോൺസന്റെ കരുത്ത്. പുള്ളീൻ്റെ ജീവിതത്തിൽ അത് തന്നെയല്ലേ ഉള്ളൂ. ആദ്യം തൊട്ടേ ഈ LED-ൻ്റെ കണ്ടുപിടുത്തവും അങ്ങനെ ഓരോ കണ്ടുപിടുത്തമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് വേറൊരു ഭാഗത്തോട്ട് തിരിയാൻ താല്പര്യം ഉണ്ടാവില്ല. മക്കൾ 2 പേരും നല്ല സപ്പോർട്ടാണ്. ഒരാൾ ബിടെക്കാണ്, ഒരാൾ ഇലക്ട്രോണിക്സ് കഴിഞ്ഞതാണ്. എല്ലാ കാര്യത്തിലും 2 പേരുണ്ട്. അപ്പോൾ സാമ്പത്തികം ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഇപ്പം തന്നെ ചെറിയ തോതിലൊക്കെ പോകുന്നുള്ളൂ. ഇതൊക്കെ ചില വലിയ ഒത്തിരി സാമ്പത്തികമുള്ളവരങ്ങനെ ചെയ്യുന്നൊരു ബിസിനസ്സാണല്ലോ. എന്നാലും ചെറുത് തോതിലാണെങ്കിലും നടന്നു പോകുന്നുണ്ട്. ആദ്യകാലം മുതലേ എനിക്ക് ഒത്തിരി സുഹൃത്ത് വലയങ്ങളുണ്ട്. ആ വലയങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നു. അതൊക്കെ അവർ പരമാവധി എനിക്ക് സപ്പോർട്ടായിട്ട് അവർ ചെയ്തു തരും. ആ ബന്ധങ്ങൾ അങ്ങനെ വളർന്നു വന്നുകൊണ്ട് ഇരുന്നു. അപ്പോൾ അന്ന് മൊബൈലൊക്കെ വന്നത് മൊബൈലിൽ ചെയ്യുന്നു. പിന്നെ ഓൺലൈൻ വന്നു.
ഓൺലൈനിലൂടെ ആകുമ്പോൾ അത് വീണ്ടും വളരെ സിമ്പിളായി. ഇപ്പം ലോകത്തിൻ്റെ ഏത് കോണിലും നമുക്ക് ബന്ധപ്പെടാനും സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ LED ബൾബുകളുടെ നിർമ്മാണത്തിൽ ജോൺസൺ പരിശീലനം നൽകിയ മൈക്രോ യൂണിറ്റുകൾ 2 പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് നൈപുണ്യ തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി സ്ട്രീറ്റ് ലൈറ്റ് ആൻഡ് LED ബൾബ് നിർമ്മാണ സർവീസിങ്ങിൻ്റെ ട്രെയിനിങ് ആള് എംപാനലിലുള്ള ആളാണ്. അപ്പോൾ അതിലൂടെ വനിതാ യൂണിറ്റുകൾ ഇട്ട് കൊടുത്ത് അവരെ കൊണ്ട് ഈ പഞ്ചായത്തുമായി സഹകരിച്ചിട്ട് ഈ LED ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇനി അവർക്ക് ഭാവിയിൽ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഉൽപ്പാദനം കൂടെ എന്നിലൂടെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഭാവനയിൽ വിരിയുന്ന ആശയങ്ങളല്ല, രാഷ്ട്രപതിയിൽ നിന്നുൾപ്പെടെ ലഭിച്ച നിരവധി അംഗീകാരങ്ങളും ജോൺസന്റെ കയ്യിലുണ്ട്. ആരുടെയും സഹായമല്ല, തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രവർത്തന മൂലധനമാണ് ജോൺസൺ ആവശ്യം. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.